വെറും 95 രൂപയ്ക്ക് 2 കിലോ സോപ്പ് പൊടി. പരസ്യമല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം. എങ്ങനെയാണെന്നോ? ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ, വെളുത്ത നിറത്തിലുള്ളൊരു പൊടി, നീല നിറത്തിലുള്ളൊരു പൊടി, പെർഫ്യൂം ബോട്ടിൽ, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പൗഡർ ഉണ്ടാക്കാം. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത നിറത്തിൽ കാണുന്ന പൊടി നമ്മുടെ പ്ലാസ്റ്റിക് ട്രെയിനകത്തേക്ക് ഇടുക. സോഡിയം കാർബണേറ്റ്, സോഡിയം ട്രൈ പോളിഫോസ്ഫേറ്റ്, സോഡിയം മെറ്റാസിലിക്കേറ്റ്, ട്രൈസോഡിയം ഫോസ്ഫേറ്റ്, സോഡിയം സൾഫേറ്റ്, ആസിഡ് സ്ലറി, ഡോളോമേറ്റ് എന്നിവ ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഈ പൊടി. ഈ പാക്കറ്റിൽ കാണുന്ന പൊടി മൊത്തമായിട്ട് നമ്മൾ ട്രെയിനകത്തേക്ക് ഇട്ടതിന് ശേഷം അതിനകത്തുള്ള ചെറിയ ചെറിയ കട്ടകളൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ആ മിശ്രിതത്തിലേക്ക് പാക്കറ്റ് നമ്പർ 2 നീല കളറുള്ള പൊടി ചേർക്കുക. ടീനോപാൽ, സോഡിയം ക്ലോറൈഡ്, നീലം എന്നിവ കൂടിയതാണ് ഈ മിശ്രിതം. ഈ 2 പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഒരുപോലെ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചൂട് ആറിയതിന് ശേഷം നമുക്ക് പെർഫ്യൂം ചേർക്കാം. കെമിക്കൽ ആയതുകൊണ്ട് തന്നെ അലർജിയുള്ള ആൾക്കാർ ഡയറക്റ്റായിട്ട് കൈകൊണ്ട് ഈ പൊടിയൊന്നും തൊടാതിരിക്കുക. മാക്സിമം ഗ്ലൗസ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെർഫ്യൂം ബോട്ടിലിനകത്തുള്ള ആ പെർഫ്യൂം അതിനകത്ത് ചേർക്കുക. എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് പൗഡർ റെഡി. എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ പാക്ക് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. കേരള ശാസ്ത്ര പരിഷത്തിൻ്റെ ഡിറ്റർജൻറ്റ് പൗഡർ കിറ്റാട്ടോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ ബാത്തിങ് സോപ്പും വാഷിംഗ് സോപ്പും പലതരത്തിലുള്ള ലോഷൻസൊക്കെ കിറ്റായിട്ട് നമുക്ക് പരിഷത്തിൻ്റെ ഓഫീസുകളിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തിനാ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്നതല്ലേ?